ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വില്യം ഏർണസ്റ്റ് ഹെൻലി എഴുതിയ ഇൻവിക്ടസ് എന്നുള്ള വളരെ ഷോർട്ട് പോവമാണ്. ഇതൊരു ഷോർട്ട് പോവം ആണെങ്കിലും ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഹൈലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പോവം കൂടിയാണ്. പോവത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പോവറ്റിനെ പറ്റി ഒന്ന് നോക്കാം. വില്യം ഏർണസ്റ്റ് ഹെൻലി, he was a British poet, writer, critic and editor of the Victorian period who did exert a considerable influence on the literary culture of his time. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോവറ്റ് ആയിരുന്നു, റൈറ്റർ ആയിരുന്നു, ക്രിറ്റിക് ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു. ആൻഡ് ഹി ഈസ് widely remembered for his 1875 poem Invictus. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പോവമാണ് 1875 അദ്ദേഹം എഴുതിയ ഇൻവിക്ടസ് എന്നുള്ള പോവം. ഈ പോവം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ഒന്ന് നോക്കി വരാം. From the age of 12, he suffered from tuberculosis of the bone, which ultimately led to the amputation of his left leg. 12-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹത്തെ ബോൺ ട്യൂബർക്യുലോസിസ് എന്നുള്ളൊരു അസുഖം ബാധിക്കുകയും അതേ തുടർന്ന് ഇടതുകാല് മുറിച്ചു മാറ്റുകയും ചെയ്തു. അതിൽ നിന്നുണ്ടായ ട്രോമ കുറച്ചു നാളത്തേക്ക് അദ്ദേഹത്തെ ഒന്ന് തളർത്തിയെങ്കിലും പിന്നീട് അതിൽ നിന്നൊക്കെ വളരെ അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഏറെക്കാലം ഹോസ്പിറ്റലിൽ ഐസൊലേഷനിലായിരുന്നു അദ്ദേഹം. ആ ഒരു സമയത്ത് കുറേ പോംസ് എഴുതി. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ പോംസ് എന്നാണ് അറിയപ്പെട്ടത്. അതിൽ കുറേ പോംസ് അദ്ദേഹം പല കളക്ഷൻസിലായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇൻ ഹോസ്പിറ്റൽ, എ ബുക്ക് ഓഫ് വേഴ്സസ് എന്നുള്ള പല കളക്ഷൻസിലും അദ്ദേഹത്തിന്റെ ഈ ഹോസ്പിറ്റൽ പോംസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു ബോൺ ട്യൂബർക്യുലോസിസിനെ തുടർന്നുണ്ടായ ആംപ്യൂട്ടേഷനും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ തന്നെയാണ് ഈ ഒരു പോവത്തിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ബീയിങ് എ പോവറ്റ്, ഹി വാസ് ഓൾസോ എ പബ്ലിഷർ ആൻഡ് എ ജേർണലിസ്റ്റ്. And he also worked as an editor of a series of literary magazines and journals. ഒരു പോവറ്റ് എന്നുള്ളതിലുപരി അദ്ദേഹം ഒരു പബ്ലിഷർ ആയിരുന്നു, ഒരു എഡിറ്റർ ആയിരുന്നു, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. നിരവധി ലിറ്റററി മാഗസിൻസിന്റെയും ജേർണൽസിന്റെയും ഒക്കെ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. So this poem, it is a very short poem written in 4 stanzas and was published in the year 1888 in his collection Book of Verses. ഇനി ഇതിന്റെ ടൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവിക്ടസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡാണ്. അൺകോൺക്വേർഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഏകദേശം ഈ പോവത്തിന്റെ ഒരു സെൻട്രൽ തീമും അത് തന്നെയാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും തോൽക്കാത്ത ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ്, അതാണ് പോവറ്റിൻ്റെത്. അത് തന്നെയാണ് ഈ ടൈറ്റിൽ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് സിഗ്നിഫൈസ് ദ ഇൻഡോമിറ്റബിൾ വിൽ പവർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദ ഫേസ് ഓഫ് ഹാർഡ്ഷിപ്സ്. എല്ലാ പ്രതിസന്ധികളിലും തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വിൽ പവർ, ആരുടെയും മുന്നിൽ തല കുനിക്കാത്ത ആ ഒരു വിൽ പവർ, അതാണ് ഈ പോവത്തിന്റെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോം ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1888 അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് വേഴ്സസ് എന്നുള്ള കളക്ഷനിലാണ്. അന്ന് അതിൻ്റെ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് പല 19th സെഞ്ച്വറി ന്യൂസ് പേപ്പേഴ്സിൽ പല ടൈറ്റിൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൈ സെൽഫ്, സോങ് ഓഫ് എ സ്ട്രോങ് സോൾ, മൈ സോൾ, മാസ്റ്റർ ഓഫ് ഹിസ് ഫേറ്റ് എന്നുള്ള പല പേരിലും ഈ പോം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ടൈറ്റിൽ ഇൻവിക്ടസ് വാസ് ആഡഡ് ബൈ ആർതർ ക്വില്ലകൗച്ച് ഇൻ ദി ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വേഴ്സ്. പക്ഷേ ഈ ടൈറ്റില് ഇൻവിക്ടസ് അത് നൽകിയത് ആർതർ ക്വില്ലകൗച്ച് ആണ്. അദ്ദേഹത്തിന്റെ ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് എന്നുള്ള വർക്കിൽ ഈ പോം പബ്ലിഷ് ചെയ്തപ്പോഴാണ് ഈ ഒരു ടൈറ്റിൽ കൊടുത്തത്. ഇപ്പോൾ ഈ പോം പോപ്പുലർ ആയിട്ടുള്ളത് ഇൻവിക്ടസ് എന്നുള്ള ടൈറ്റിൽ തന്നെയാണ്. സോ നൗ യു ആർ ഫെമിലിയർ വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഹെൻലി കമ്പോസ്ഡ് ദിസ് ബ്യൂട്ടിഫുൾ ഇൻസ്പിറേഷണൽ പോം. ദ ബാക്ക്ഗ്രൗണ്ട് ടു ദിസ് പോം ഈസ് ഒബ്വിയസ്ലി ദ പെർപച്വൽ ബാറ്റിൽ that he had to fight with tuberculosis and the amputation of his left leg secondary to this. And it obviously deals with the poet's attempt to motivate himself while there was only a little hope of recovery. ഇനി നമുക്കൊരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോവാം. He begins the poem by thanking God for the gift of an unconquerable soul. ഈ പോം തുടങ്ങുന്നത് തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അൺകോൺക്വറബിൾ സോൾ ആണ്. ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു സോൾ അല്ലെങ്കിൽ സെൽഫാണ് അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനെ താങ്ക് ചെയ്തുകൊണ്ടാണ് ഈ പോം തുടങ്ങുന്നത് തന്നെ. ദ ഫസ്റ്റ് സ്റ്റാൻസ ബിഗിൻസ് വിത്ത് ദ പോവറ്റ് താങ്കിങ് ഗോഡ് ഫോർ ദ ഗിഫ്റ്റ് ഓഫ് ആൻ അൺകോൺക്വറബിൾ സോൾ. ഫസ്റ്റ് സ്റ്റാൻസ തുടങ്ങുന്നത് തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ബോൺ ട്യൂബർക്കുലോസിസിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ലെഗ് ആംപ്യൂട്ടേറ്റ് ചെയ്ത ആ ഒരു കാലഘട്ടം ശരിക്കും അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ഡാർക്ക് പീരീഡ് തന്നെയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിച്ചത് ഈ ഒരു അൺകോൺക്വറബിൾ സോൾ അല്ലെങ്കിൽ വിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അത് തന്ന എല്ലാ ദൈവങ്ങളോടും അദ്ദേഹം നന്ദി പറയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ. ഔട്ട് ഓഫ് ദ നൈറ്റ് ദറ്റ് കവേഴ്സ് മീ ബ്ലാക്ക് ആസ് ദ പിറ്റ് ഫ്രം പോൾ ടു പോൾ ഐ താങ്ക് വാട്ട് എവർ ഗോഡ്സ് മേ ബി ഫോർ മൈ അൺകോൺക്വറബിൾ സോൾ. ഹി ബിഗിൻസ് എ പോം ബൈ താങ്കിങ് God. He speaks about the darkness that had covered his life, from which he was able to come out only because of his invincible soul.
ആൻഡ് അൺഡിഫീറ്റബിൾ സെൽഫ് കോൺഫിഡൻസ്. അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെ അദ്ദേഹം അവിടെ ഒരു നൈറ്റായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇരുട്ട് മൂടി കിടക്കുകയായിരുന്നു. ഇറ്റ് വാസ് ബ്ലാക്ക് ആസ് ദ പിറ്റ് ഫ്രം പോൾ ടു പോൾ. താൽക്കാലികമായിട്ടായിരുന്നെങ്കിലും കുറച്ചു നാൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇരുട്ട് മൂടിയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത് ആ ഒരു അൺകോൺക്വറബിൾ സോൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ആൻഡ് ഫോർ ദാറ്റ് ഐ താങ്ക് വാട്ട് എവർ ഗോഡ്സ് മേ ബി. The night he has described here stands a metaphor for his illness and the physical as well as mental agony that it had created. ഇവിടെ നൈറ്റ് ശരിക്കും ഒരു മെറ്റഫറാണ്. അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെയും അസുഖത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെടലിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ആ ഒരു മെറ്റഫറാണ് നൈറ്റ് എന്നുള്ളത്. ആൻഡ് ദ ഡാർക്ക്നെസ് കവേർഡ് ഹിസ് വേൾഡ് ആൻഡ് മെയ്ഡ് ഇറ്റ് എ ഹെൽ. നിരാശയുടെ ഡാർക്ക്നെസ് അദ്ദേഹത്തിൻ്റെ വേൾഡിനെ മൊത്തം ഇരുട്ടിൽ മൂടിക്കളഞ്ഞു. പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് പുറത്തു വരാൻ സാധിച്ചു. ഈ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രം. ആരുടെയും മുന്നിൽ തോൽക്കാത്ത ഒരു വിൽ പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അൺകോൺക്വറബിൾ സോൾ. അത് തന്ന ദൈവത്തിനാണ് അദ്ദേഹം നന്ദി പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്, ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹം പരാതിപ്പെടുകയോ കരയുകയോ ഡെസ്പറേറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം ആ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നോ അവയെല്ലാം വളരെ ധൈര്യത്തോടുകൂടെ ഫേസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും സാഹചര്യങ്ങളുടെ മുന്നിൽ തോറ്റ് തലകുനിച്ച് നിന്നിട്ടില്ല എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഐ ഹാവ് നോട്ട് വിൻസ്ഡ് നോർ ക്രൈഡ് അലൗഡ്. ഹി റിമെമ്പേഴ്സ് ദാറ്റ് ഹി ഹാസ് നെവർ കംപ്ലൈൻഡ് അബൌട്ട് ഹിസ് സാഡ് പ്ലൈറ്റ്. ഹി ഹാസ് നോട്ട് cried or showed any displeasure towards life. Instead, he courageously fought his way through all the unexpected mishaps that tore him apart. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അദ്ദേഹം തരണം ചെയ്യുക തന്നെ ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും പരാതിപ്പെടുകയോ കരയുകയോ ചെയ്തിട്ടില്ല. പകരം അതെല്ലാം ധൈര്യത്തോടുകൂടെ ഫേസ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. അണ്ടർ ദ ബ്ലഡനിങ്സ് ഓഫ് ചാൻസ് മൈ ഹെഡ് ഇസ് ബ്ലഡി ബട്ട് അൺബൗഡ്. ഒരുപക്ഷെ ലൈഫിലെ പല സാഹചര്യങ്ങളും ഏൽപ്പിച്ച മുറിവുകൾ അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും തലകുനിച്ച് നിന്നിട്ടില്ല. ബ്ലഡ്ജനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പായ വെപ്പൺ യൂസ് ചെയ്ത് മുറിവേൽപ്പിക്കുക എന്നുള്ളൊരർത്ഥമാണുള്ളത്. ബ്ലഡ്ജനിങ്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞാൽ വിധി അദ്ദേഹത്തിന് നൽകിയ സഫറിങ്സ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെയ്റ്റ് അവിടെ അല്ലെങ്കിൽ ചാൻസ് അവിടെ വളരെ ക്രൂവലായിട്ട് തന്നെ ഒരു ഷാർപ്പ് വെപ്പൺ യൂസ് ചെയ്ത് എങ്ങനെയാണോ മുറിവേൽപ്പിക്കുന്നത് അതുപോലുള്ള മുറിവുകളാണ് അദ്ദേഹത്തിന് നൽകിയത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം തളർന്നു പോയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും തോറ്റു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ 2 സ്ഥലങ്ങളിലായിട്ട് പെർസോണിഫിക്കേഷൻ എന്നുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ കഴിയാത്ത ക്വാളിറ്റീസിന് ഹ്യൂമൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുക. അതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെക്കൻഡ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈൻ തന്നെ നോക്കുക. ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റാൻസ് എന്നാണ്. സാഹചര്യങ്ങളുടെ ആ ഒരു മുറുകെയുള്ള പിടുത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് എങ്ങനെയാണ് മുറുകെ പിടിക്കാൻ സാധിക്കുക? എപ്പോഴും മുറുകെ പിടിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. പക്ഷേ സാഹചര്യം എന്നുള്ളത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലേ? അപ്പോൾ അതിന് ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ് അവിടെ പോയറ്റ്. അതുകൊണ്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പെർസോണിഫിക്കേഷൻ ആണ്. സർക്കംസ്റ്റാൻസിനെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ചാൻസിനെ അല്ലെങ്കിൽ ഫെയ്റ്റിനെ അവിടെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റാൻസിലെ 3rd ലൈനിൽ. അണ്ടർ ദ ബ്ലഡനിങ് ഓഫ് ചാൻസ് എന്നാണ്. അതായത് ഫെയ്റ്റിന് എങ്ങനെയാണ് ഒരു വെപ്പൺ യൂസ് ചെയ്ത് നമ്മളെ മുറിവേൽപ്പിക്കാൻ സാധിക്കുക? എപ്പോഴും അതൊരു ഹ്യൂമൻ ബീയിങ് ആണ് വെപ്പൺ യൂസ് ചെയ്ത് മുറിവേൽപ്പിക്കുന്നത്. പക്ഷേ ഫെയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പക്ഷേ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ വെപ്പൺ യൂസ് ചെയ്ത് പ്രഹരിക്കുന്നു അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പെർസോണിഫിക്കേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെയ്റ്റിനെ അല്ലെങ്കിൽ ചാൻസിനെ അവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി 3ാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. Now the speaker looks into his future, taking into account all the agonies and sufferings associated with life on this place of wrath, that is, life on this earth. അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് അല്ലെങ്കിൽ ഏർത്തിൽ ഒരുപാട് സഫറിങ്സ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്ലേസിനെ അദ്ദേഹം വിളിക്കുന്നത് പ്ലേസ് ഓഫ് റാത്ത് ആൻഡ് ടിയേഴ്സ് എന്നാണ്. അത് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഈ ഏർത്ത്ലി ലൈഫിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രിസൈസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പോം എഴുതിയ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിനെയും ആകാം പ്ലേസ് ഓഫ് റാത്ത് അല്ലെങ്കിൽ ടിയേഴ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എനിവേ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഭൂമി വിട്ട് ഇനി നെക്സ്റ്റ് ഫേസിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നാലും അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ആ ഒരു ഫേസും കടന്നു പോകാനായിട്ട് സാധിക്കും. ഇനി ഡെത്ത് സംഭവിച്ചു,
അതിനുശേഷമുള്ള ലൈഫ്, അവിടെയും സഫറിങ് ആണെങ്കിൽ പോലും അദ്ദേഹം ഒട്ടും ഭയമില്ലാതെ വളരെ ധൈര്യത്തോടുകൂടെ തന്നെ ആ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. ബിയോണ്ട് ദിസ് പ്ലേസ് ഓഫ് wrath and tears looms but the horror of the shade, and yet the menace of the years finds and shall find me unafraid. So here what he refers to is the concept of afterlife, which is obviously filled with horror. ഇവിടെ അദ്ദേഹം ആഫ്റ്റർ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ഒരു വേൾഡ് ഓഫ് ഹൊറർ ആയിരിക്കാം. ഹൊറർ ഓഫ് ദ ഷെയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ലൈഫാണ്. ആഫ്റ്റർ ലൈഫ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ഹൊറർ ആൻഡ് സഫറിങ്സ്. ഇനി മരണത്തിന് ശേഷമുള്ള ജീവിതവും നരകതുല്യമായിട്ടുള്ള ഒന്നാണെങ്കിൽ, സഫറിങ്സ് നിറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ ഭീതിയുടെ നാളുകളാണെങ്കിൽ പോലും അദ്ദേഹത്തിനത് പ്രശ്നമില്ല. കാരണം ഇത്രയും വർഷം നീണ്ടു നിന്ന സഫറിങ്സ് ഇപ്പോൾ അദ്ദേഹത്തിനെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പ്രിപ്പയർഡ് ആണ്. ഇനി എന്ത് സംഭവിച്ചാലും അത് തരണം ചെയ്യാനുള്ള ധൈര്യം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ആൻഡ് യെറ്റ് ദ മെനേസ് ഓഫ് ദ ഇയേഴ്സ് ഫൈൻസ് ആൻഡ് ഷാൽ ഫൈൻഡ് മീ അൺഅഫ്രൈഡ്. അതുകൊണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നാലും, ഇനി മരണം വന്ന് അതിനുശേഷം ആഫ്റ്റർ ലൈഫിലും ഇതേ അവസ്ഥ തന്നെയാണെങ്കിലും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഇത് ഫേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എനിക്ക് സാധിക്കുന്നത് ദൈവം തന്ന ഈ ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. ദാറ്റ് ഈസ് ദി അൺകോൺക്വറബിൾ സോൾ. ആരുടെയും മുന്നിൽ തല കുനിക്കാത്ത അല്ലെങ്കിൽ തോൽക്കാത്ത ഒരു വിൽ പവർ അദ്ദേഹത്തിന് നൽകിയത് കൊണ്ട് മാത്രമാണ്. So he says that nothing can put his spirit down. He shall boldly face the realities of life, and he doesn't fear anything. And he says that he shall remain fearless even in the face of death and what follows it. ഈവൻ മരണം വന്നാലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സഫറിങ്സ് തന്നെയാണെങ്കിൽ പോലും അതെല്ലാം ഫേസ് ചെയ്യും ധൈര്യത്തോടുകൂടെ തന്നെ എന്നാണ് പോയറ്റ് ആ സ്റ്റാൻസയിൽ പറയുന്നത്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമേജ് പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹൊറർ ഓഫ് ദ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. ഹെല്ലിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നും ആ ഒരു സഫറിങ്സിൻ്റെയും ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെയൊക്കെ ഒരു ഇമേജ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്, ഇനി ഒരു പക്ഷേ ഡെത്തിന് ശേഷമുള്ള ലൈഫ്, ആഫ്റ്റർ ലൈഫ്, അത് ഹെവനിലേക്കുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ അതും അദ്ദേഹം ക്രോസ് ചെയ്യും. ഹെവനിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സുഖകരമായിരിക്കില്ല, അത് നാരോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ അത് കണ്ടെത്തുകയുള്ളൂ. ഒരുപക്ഷെ ആ ഗേറ്റ് കടന്ന് ഹെവനിൽ എത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അദ്ദേഹം ജഡ്ജ് ചെയ്യപ്പെടുന്ന ആ ഒരു ഡേ ആണ്. ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു ഡേ ഉണ്ട്. അതായത് ഡൂംസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ഓഫ് ഫൈനൽ ജഡ്ജ്മെന്റ്. ആ ഒരു ഫൈനൽ ഡേയിൽ പോലും പോറ്റ് പറയുന്നത് വളരെ ധൈര്യത്തോടുകൂടെ തന്നെ ഞാനത് ഫേസ് ചെയ്ത് കടന്നു പോകും. കാരണം എൻ്റെ സോൾ ഇൻവിൻസിബിൾ ആണ്, ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒന്നാണ്. അത് മാത്രമല്ല എൻ്റെ ഫേറ്റ് തീരുമാനിക്കുന്നത് എൻ്റെ പ്രവൃത്തികളാണ്. ഐ എം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്. എൻ്റെ സോൾ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് പോവറ്റ് അതിൽ പറയുന്നത്. ഇൻ ദ ലാസ്റ്റ് ആൻസർ ദ പോവറ്റ് സേസ് ദാറ്റ് though the gate of life is narrow and rigorous, he shall definitely cross it, because he believes that he is the master of his fate and he is the captain of his soul. തീർച്ചയായും അത് കടന്നു പോകാൻ സാധിക്കും. കാരണം പോവറ്റിന്റെ സോൾ കൺട്രോൾ ചെയ്യുന്നത് പോവറ്റ് തന്നെയാണ്. പോവറ്റിന്റെ വിധി നിർണ്ണയിക്കുന്നത് പോവറ്റിന്റെ പ്രവർത്തികൾ തന്നെയാണ്. He says that while he is being judged for his deeds on earth, no matter how many punishments are charged, he will have his fate. അതുപോലെ പോയിട്ട് പറയുന്നത് ഇനി ആ ഫൈനൽ ഡേ ഓഫ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഡൂംസ് ഡേ അന്ന് അദ്ദേഹത്തിന് ജഡ്ജ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് ഭയമില്ല എന്നാണ് പറയുന്നത്. എത്രത്തോളം പണിഷ്മെന്റ്സ് നേരിടേണ്ടി വന്നാലും അതെല്ലാം തീർച്ചയായും നേരിടാനായിട്ട് സാധിക്കും. കാരണം അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഇപ്പോൾ പ്രിപ്പയർഡ് ആണ്. ഈ ഏർത്ത്ലി ലൈഫിൽ അത്രയും സഫറിങ്സ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതുകൊണ്ട് ഇപ്പോൾ എന്തും നേരിടാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പോറ്റ് പറയുന്നത് ഡെത്തിന് ശേഷമുള്ള ലൈഫ് ഹെല്ലാണെങ്കിലും ഹെവൻ ആണെങ്കിലും അവിടെ എത്രത്തോളം സഫറിങ്സ് അദ്ദേഹത്തിന് കാത്തിരിപ്പുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അതെല്ലാം വളരെ ധൈര്യത്തോടുകൂടെ തന്നെ ഫേസ് ചെയ്യും. അതെല്ലാം ധൈര്യത്തോടുകൂടെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രാപ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്വാളിറ്റിയാണ്. ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഒരു അൺകോൺക്വറബിൾ സോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഗോഡ് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ഈ ഒരു സ്റ്റാൻസയിലെ ഫസ്റ്റ് 2 ലൈൻസിൽ ഒരു റെഫറൻസ് ഉണ്ട്, ഒരു അല്യൂഷൻ ഉണ്ട്. അത് ബിബ്ലിക്കൽ അല്യൂഷൻ കൂടിയാണ്. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് എന്നാണ് അർത്ഥം. ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ഹൗ സ്ട്രെയിറ്റ് ദ ഗേറ്റ്. ഈ ഒരു ഫ്രേസ് ശരിക്കും കിങ് ജെയിംസസ് ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് ബിക്കോസ് സ്ട്രെയിറ്റ് ഇസ് ദ ഗേറ്റ് ആൻഡ് നാരോ ഇസ് ദ വേ വിച്ച് ലീഡത്ത് അൺ ടു ലൈഫ് ആൻഡ് ഫ്യൂ ദെയർ ബി ദാറ്റ് ഫൈൻഡ് ഇറ്റ് എന്നാണ്. അതായത് ലൈഫിലേക്കുള്ള പാത വളരെ ഇടുങ്ങിയതും ദുരിതം നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ആരും അത് ഡിസ്കവർ ചെയ്യില്ല. അതേസമയം ഡിസ്ട്രക്ഷനിലേക്കുള്ള പാത, നാശത്തിലേക്കുള്ള പാത വളരെ
അട്രാക്റ്റീവ് ആയിരിക്കും, അത് വളരെ വൈഡ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ആ ഒരു പാതയായിരിക്കും എന്നാണ് കിങ് ജെയിംസ് ബൈബിളിൽ പറയുന്നത്. ആ ഒരു എല്യൂഷനാണ് പോവറ്റും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പോവറ്റ് ഇവിടെ അത് യൂസ് ചെയ്തിരിക്കുന്നത് എത്ര നാരോ ആയിട്ടുള്ള പാതയാണെങ്കിൽ പോലും, എത്ര ദുരിതം നിറഞ്ഞ പാതയാണെങ്കിൽ പോലും തീർച്ചയായും അദ്ദേഹം അത് ക്രോസ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ സോളിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഫേറ്റിൻ്റെ മാസ്റ്റർ അദ്ദേഹം തന്നെയാണ് എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോട്ടോടുകൂടിയാണ് ആ പോവം കൺക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് ദീസ് 2 lines, that is, I am the master of my fate and I am the captain of my soul, are regarded as some of the most famous and oft-quoted lines in all literature. നിരവധി പേര് അവരുടെ സ്പീച്ചസിലും റൈറ്റിംഗ്സിലും ഒക്കെ ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെൽസൺ മണ്ടേല യൂസ് ടു റിസൈറ്റ് ദിസ് പോം ടു ഹിസ് ഫെലോ പ്രിസണേഴ്സ് വൈൽ ഹി വാസ് ഇംപ്രിസൺഡ് ഇൻ റോബൻ ഐലൻഡ്. നെൽസൺ മണ്ടേല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് തടവുകാരോട് ഈ പോവത്തിലെ ലൈൻസ് പലപ്പോഴും റിസൈറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഒരുപാട് പേര് ഇത് കോട്ട് ചെയ്തിട്ടുള്ളതാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലൈൻസ് ആണ്. So that is all about the poem. Now we can move on to the images used in this poem. We can see that the poet has employed a number of images throughout this short poem. First stanza-യിൽ തന്നെ നമുക്കൊരു സ്ട്രോങ് ഇമേജ് കാണാൻ സാധിക്കും. Out of the night that covers me, black as the pit from pole to pole എന്ന് പറയുമ്പോൾ തന്നെ ആ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ മൊത്തം എൻവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡാർക്ക്നെസ്, അതിൻ്റെ ആ ഒരു ഡെപ്ത്, അതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഒരു ഇമേജാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അതൊരു മെറ്റഫർ കൂടാണ്. ഇറ്റ് ഇസ് ഓൾസോ മെറ്റഫർ ഫോർ ദ പോയറ്റ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ആഗണി. രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ അണ്ടർ ദ ബ്ലഡനിങ്സ് ഓഫ് ചാൻസ് എന്ന് പറയുമ്പോൾ ഒരു വെപ്പൺ യൂസ് ചെയ്ത് മുറിവേൽപ്പിക്കുന്ന ഒരു ആക്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഇമേജ് തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഹൊറർ ഓഫ് ദ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഹെല്ലിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മളുടെ മുന്നിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഇമേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയിൽ സ്ട്രെയിറ്റ് ദ ഗേറ്റ്, സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നാരോ എന്നാണ് അർത്ഥം. നാരോ ആയിട്ടുള്ള ഒരു റോഡിൻ്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ്. പിന്നെ അതുപോലെ തന്നെ പോവറ്റ് ഇതിൽ സഫറിങ്സ് ഒരുപാട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേർഡ്സ് ഓഫ് സഫറിങ് അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ ദ നൈറ്റ് ദാറ്റ് കവേഴ്സ് മീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് സഫറിങ്ങിന്റെ ഒരു ഹിന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ തൊട്ട് കൂടുതൽ വേർഡ്സ് ഓഫ് സഫറിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളുടെ ആ ഒരു മുറുകെയുള്ള പിടുത്തം എന്ന് പറയുമ്പോഴത്തേക്കും പോവറ്റ് ഓൾമോസ്റ്റ് അതിൽ ചോക്ഡ് ആവുന്നു എന്നുള്ളൊരു ധ്വനി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് സഫറിങ് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐ ഹാവ് നോട്ട് വിൻസ്ഡ് നോർ ക്രൈഡ് അലൗഡ്. അതുപോലെ ബ്ലഡ്ജനിങ്സ് ഓഫ് ചാൻസ്, അത് സഫറിങ് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൈ ഹെഡ് ഇസ് ബ്ലഡി, അദ്ദേഹം ടയേർഡാണ്, ബാറ്റേർഡ് ആണ് എന്നുള്ളൊരു മീനിങ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. അത് സഫറിങ് തന്നെയാണ്. ദെൻ പ്ലേസ് ഓഫ് റാത്ത് ആൻഡ് ടിയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ വേൾഡിനെ പ്ലേസ് ഓഫ് സഫറിങ് എന്നാണ് അദ്ദേഹം അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെയും സഫറിങ് തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് ഹാൻസയിൽ ഹൗ ചാർജ്ഡ് വിത്ത് പണിഷ്മെന്റ്സ് ദ സ്ക്രോൾ, ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ആ ഒരു ഡേ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈനാണത്. അവിടെയും പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സഫറിങ് ആണ് അവിടെ implied ആവുന്നത്. So that is all about this short inspirational poem Invictus. Thank you for listening and watching.